നമസ്തേ. IPL ആവേശത്തിലേക്ക് സ്വാഗതം. IPL ഇന്ന് കിരീട പോരാട്ടമാണ്. ഇന്ന് ഫൈനലാണ്. കലാശപ്പോരിന് വേണ്ടി ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഉള്ള പോരാട്ടമുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. IPL കിരീട ജേതാവിനെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. ആവേശകരമായ IPL ഫൈനലിന് വേദിയൊരുങ്ങി ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയം. കളിയാരവങ്ങൾ മുഴങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. കൂറ്റനടികൾ കൊണ്ട് IPLൽ ഉടനീളം ശ്രദ്ധേയമായ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുക. പോയിന്റ് പട്ടികയിൽ ആദ്യ 1-2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്താണ് ഇരു ടീമുകളും IPL പ്ലേ ഓഫിന് യോഗ്യത നേടിയത്. ആദ്യ ക്വാളിഫയറിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ കൊൽക്കത്തയ്ക്കായിരുന്നു വിജയം. വിജയത്തോടെ കൊൽക്കത്ത നേരിട്ട് ഫൈനലിൽ പ്രവേശിച്ചു. പരാജയം രുചിക്കേണ്ടി വന്നെങ്കിലും ആത്മവിശ്വാസവും മനക്കരുത്തും കൈവിടാതിരുന്ന ഹൈദരാബാദ് രാജസ്ഥാനെതിരെ മികച്ച വിജയവുമായാണ് വീണ്ടും കൊൽക്കത്തയെ നേരിടാൻ ഫൈനലിലേക്ക് എത്തുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ 27 തവണയാണ് ഇരു ടീമുകളും IPLൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 18 തവണ കൊൽക്കത്ത ജയിച്ചപ്പോൾ 9 മത്സരത്തിൽ മാത്രമാണ് ഹൈദരാബാദിന് വിജയിക്കാനായത്. പക്ഷേ ഈ വിജയത്തിൻ്റെ കണക്കുകൾക്ക് IPL ഫൈനലിൽ സ്ഥാനമില്ല. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ കരുത്തരായ ഈ ഇരു ടീമുകളും ടൂർണമെൻറ്റിൽ ഉടനീളം തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ബാറ്റിംഗ് വെടിക്കെട്ടിനു പേരുകേട്ട ഇരു ടീമുകളും ചെന്നൈയിലെ വേഗത കുറഞ്ഞ പിച്ചിൽ എന്തു മായാജാലമാകും കാട്ടുക എന്നുള്ളത് കണ്ടുതന്നെ അറിയാം. ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസിൻ്റെ തോളിലേറി വരുന്ന ഹൈദരാബാദും യുവ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യറിൻ്റെ കൊൽക്കത്തയും ഏറ്റുമുട്ടുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് അതൊരു ദൃശ്യവിരുന്നാകും. കൊൽക്കത്തയോ ഹൈദരാബാദോ? 17ാം IPL കിരീടം ആരുടെ ഷെൽഫിലെത്തുമെന്ന് കണ്ടറിയാം. സ്പോർട്സ് ഡെസ്ക്, ജനം. എന്തായാലും IPLൻ്റെ ആവേശം, IPL അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഇന്നുകൊണ്ട് IPL അവസാനിക്കുകയാണ്. IPLൽ ആരാവും വിജയി എന്നുള്ളത് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ആണ് ബാക്കിയുള്ളത്. ഇരു ടീമുകളും തയ്യാറാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തയ്യാറാണ്. അതിൻ്റെ വിശകലനങ്ങളിലേക്കും പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്കും ഒക്കെയാണ് പോകുന്നത്. ഇരു ടീമിൻ്റെയും ഒരു കരുത്ത് പരിശോധിച്ചാൽ ഇരു ടീമും വളരെ ശക്തരാണ്. ടൂർണമെൻറ്റിൽ ഏറ്റവും ശക്തരായ 2 ടീമുകൾ തമ്മിലാണ് ഇന്ന് നേർക്കുനേർ പോരാടുന്നത്. പോയിൻ്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് എത്തിയ ടീമുകളാണ് ഇരു ടീമുകളും. ആ 2 ടീമുകളും തമ്മിലുള്ള പോരാട്ടമാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ വന്നാൽ ഒരു കമ്പൈൻഡ് ടീം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ടീം തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. സൺറൈസേഴ്സിൽ വന്നാൽ സൺറൈസേഴ്സും ഒട്ടും വ്യത്യസ്തമല്ല. അവരും ഒരു മികച്ച ടീം തന്നെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരു പ്ലേയിങ് 11, ഇന്നത്തെ ഒരു സാധ്യത 11 പരിശോധിച്ചാൽ ട്രാവിസ് ഹെഡ് തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക. ഒപ്പം അഭിഷേക് ശർമ്മ. ഇരുവരും തമ്മിലുള്ളൊരു കൂട്ടുകെട്ടാണ് സൺറൈസേഴ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഈ ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ട് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ടോട്ടലിലേക്ക് നീങ്ങുന്ന മത്സരങ്ങളിലെല്ലാം, അതായത് 200-ന് മുകളിലും 250-ന് മുകളിലും ഒക്കെ പോകുന്ന മത്സരങ്ങളിലൊക്കെ ഈ ഒരു ട്രാവിസ് ഹെഡിൻ്റെയും അഭിഷേക് ശർമ്മയുടെയും പ്രകടനം വളരെ നിർണായകമാണ്. ഇരുവരുടെയും പ്രകടനം തന്നെയാണ് ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം സൺറൈസേഴ്സിന് വലിയ സ്കോറിലേക്ക് പോകാൻ അടിത്തറപ്പാക്കിയത് ഈ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. അതിനുശേഷമുള്ള രാഹുൽ ത്രിപാഠി, അതായത് കഴിഞ്ഞ പ്ലേ ഓഫ് മത്സരങ്ങളടക്കം ഈ 2-ൽ ഒരാൾ പരാജയപ്പെട്ടാൽ പിന്നീട് വരുന്നത് അവരുടെ തീവാർന്ന പോരാട്ടത്തിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി മുൻപോട്ട് കൊണ്ടുപോകുന്നത് രാഹുൽ ത്രിപാഠിയുടെ ഒരു പ്രകടനമാണ്. പിന്നീടുള്ളത് ഏഡൻ മാർക്രമാണ്. പറഞ്ഞതുപോലെ തന്നെ ഈ സീസണിൽ വളരെ വലിയ അല്ലെങ്കിൽ അത്രയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മാർക്രത്തിന് സാധിച്ചില്ല. പക്ഷേ ഒരു സാഹചര്യത്തിന് അനുസരിച്ച് കളിക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് ഏഡൻ മാർക്രം എന്ന് പറയുന്നത്. മാർക്രത്തിൻ്റെ ഒരു പ്രകടനങ്ങളെല്ലാം അങ്ങനെയാണ്. അതായത് ഒരു ടീം പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ ആ ടീമിൻ്റെ ഒരു വശത്ത് നങ്കൂരമിട്ട് കളിക്കുന്ന ഒരു താരമാണ് മാർക്രം. പിന്നീടുള്ളത് ഹെൻറിച്ച് ക്ലാസനാണ്. വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന ഹെൻറിച്ച് ക്ലാസനാണ്. നമുക്കറിയാവുന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ക്ലാസൻ തന്നെയാണ്. ഇപ്പോൾ അവസാനത്തെ നമ്മൾ കണ്ടതാണ്
അവസാനത്തെ ആ ഒരു പ്ലേ ഓഫിൽ പോലും നമ്മൾ കണ്ടതാണ് ക്ലാസിൻ്റെ പ്രകടനം. ഒരു വശത്ത് വിക്കറ്റുകൾ തുടരെ വീഴുമ്പോഴും ക്ലാസൻ ഒരു വശത്ത് നങ്കൂരമിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ക്ലാസൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെയുള്ളത് നിതീഷ് കുമാർ റെഡ്ഡി എന്ന യുവതാരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനവും സൺറൈസേഴ്സിന് പല മത്സരങ്ങളിലും നിർണായകമായിട്ടുണ്ട്. അതുപോലെ അബ്ദുൾ സമദിൻ്റെ പ്രകടനവും നിർണായകമായിട്ടുണ്ട്. പിന്നെയുള്ളത് പാറ്റ് കമ്മിൻസ് ആണ്. പാറ്റ് കമ്മിൻസിലേക്ക് വന്നാൽ നായകനാണ്, സൺറൈസേഴ്സിൻ്റെ നായകനാണ്. അതിനുപരി തന്നെ ലോകകപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി, ഫൈനൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി കിരീടം ചൂടിയ ഓസീസിൻ്റെ നായകനാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഓസീസിന് നേടിക്കൊടുത്ത നായകനാണ്. ആ ഒരു ഓസീസ് നായകൻ ആയ പാറ്റ് കമ്മിൻസാണ് ഈ ഒരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. അതുകൊണ്ട് കമ്മിൻസിൻ്റെ പ്രകടനം ചില മത്സരങ്ങളിൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം തന്നെയാണ് പാറ്റ് കമ്മിൻസ്. പിന്നെയുള്ളത് ജയദേവ് ഉനദ്കട്ട് എന്ന ബോളറാണ്. അദ്ദേഹവും മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്. മറ്റൊരു താരം ഇന്ത്യയുടെ വെറ്ററനായിട്ടുള്ള പേസർ ഭുവനേശ്വർ കുമാറാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള ഒരു താരമാണ് ഭുവനേശ്വർ കുമാർ. പറഞ്ഞതുപോലെ ഭുവനേശ്വർ കുമാറിൻ്റെ പ്രകടനം പല മത്സരങ്ങളിലും ബൗളിങ്ങിൽ നിർണായകമായിട്ടുണ്ട്. ഭുവനേശ്വർ കുമാറിൻ്റെ പ്രകടനം. പിന്നുള്ളത് നടരാജനാണ് ബൗളിങ്ങിലുള്ളത്. നടരാജൻ്റെ പ്രകടനവും പല മത്സരങ്ങളിലും ബൗളിങ്ങിലെ പ്രകടനവും പല മത്സരങ്ങളിലും നിർണായകമായിട്ടുണ്ട്. എന്തായാലും ഇതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ആ ഒരു ഇന്നത്തെ മത്സരത്തിന് സാധ്യതയുള്ള ഒരു പ്രോബബിൾ 11. ഇതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഇന്ന് സാധ്യതയുള്ള ആ ഒരു 11 ആണ്. അതിലേക്ക് വന്നാൽ റഹ്മാനുള്ള ഗുർബാസ്, അതായത് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ആദ്യത്തെ മത്സരം പ്ലേ ഓഫ് വരെയുള്ള ആ ഒരു മത്സരങ്ങളിലൊക്കെ കൊൽക്കത്തയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരുന്നത് ഫിൽസാൾട്ടും സുനിൽ നരൈനും ചേർന്നായിരുന്നു. എന്നാൽ ഫിൽസാൾട്ട് ഇംഗ്ലണ്ട് ടീമിലേക്ക് മടങ്ങിപ്പോയ, ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള മത്സരത്തിന് വേണ്ടി മടങ്ങിപ്പോയ ആ ഒരു സാഹചര്യത്തിലാണ് റഹ്മാനുള്ള ഗുർബാസിന് ടീമിലേക്ക് അവസരം ലഭിക്കുന്നത്. മികച്ച ഫോമിലുള്ള അഫ്ഗാൻ താരമാണ് റഹ്മാനുള്ള ഗുർബാസ്. വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയാണ് റഹ്മാനുള്ള ഗുർബാസ്. അപ്പോൾ ഗുർബാസ് ടീമിലേക്ക് മടങ്ങിയെത്തി പ്ലേ ഓഫിൽ അദ്ദേഹവും വരയിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. കിട്ടിയ അവസരം അദ്ദേഹം മുതലാക്കുന്ന ഒരു കാഴ്ചയാണ് റഹ്മാനുള്ള ഗുർബാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊരു താരം സുനിൽ നരൈനാണ്. സുനിൽ നരൈനും ഈ ഒരു ടൂർണമെൻറ്റിൽ നോക്കിയാൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം കൂടിയാണ് റഹ്മാനുള്ള ഗുർബാസ്. ഗുർബാസിനൊപ്പം ഓപ്പണിങ്ങിലുള്ള സുനിൽ നരൈനും വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. പിന്നീടുള്ളത് വെങ്കടേഷ് അയ്യരാണ്. വെങ്കടേഷ് അയ്യരും ശ്രേയസ് അയ്യരും ചേർന്നാണ് കഴിഞ്ഞ പ്ലേ ഓഫിൽ കണ്ടതാണ് കൊൽക്കത്തയെ അനായാസ ജയത്തിലേക്ക് നയിച്ചത്. വെങ്കടേഷ് അയ്യരും ശ്രേയസ് അയ്യരും ചേർന്നാണ്. വെങ്കടേഷ് അയ്യർ ഒരു ഓൾറൗണ്ടർ കൂടിയാണ്. ബാറ്റിംഗ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരം കൂടിയാണ് വെങ്കടേഷ് അയ്യർ. ശ്രേയസ് അയ്യരിലേക്ക് വന്നാൽ ഇന്ത്യയുടെ യുവ നായകനാണ് ശ്രേയസ് അയ്യർ. ഒരു കാലത്ത് ഇന്ത്യൻ നായകനാകാൻ സാധ്യതയുണ്ട് എന്നുവരെ പറയപ്പെട്ട ഒരു താരം കൂടിയാണ് ശ്രേയസ് അയ്യർ. ആ ഒരു ശ്രേയസ് അയ്യർ ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഒപ്പം പിന്നീട് റിങ്കു സിംഗ് തുടങ്ങിയവരൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതിലേക്ക് മടങ്ങി വരാം. ഒരു ടീമിൻ്റെ പ്ലേയിങ് 11ലേക്കൊക്കെ മടങ്ങി വരാം. നമ്മോടൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ശരത്ത് ചേരുന്നുണ്ട്. ശരത്ത്, ഇന്ന് ഫൈനൽ ഒരു ആവേശത്തിലേക്കൊക്കെ കടക്കുകയാണ്. IPLൻ്റെ ഫൈനലാണ് ഇന്ന്. ശരത്തിൻ്റെ ഒരു കണക്കൂട്ടലിൽ ഇന്ന് കൊൽക്കത്തയ്ക്കാണോ അതോ സൺറൈസേഴ്സിനാണോ മുൻതൂക്കം? നിഖില, ഇന്നത്തെ മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് മികച്ച ഒരു മത്സരം തന്നെ നമുക്ക് ചെന്നൈയിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഇന്ന് കേവലം ഒരു ടീമിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ആ ടീം വിജയിക്കുമെന്ന് നമുക്ക് പറയുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇരു ടീമുകളും ശക്തരായ ടീമുകളാണ്. ഇരു ടീമുകളുടെയും ബാറ്റിംഗ് ബോളിംഗ് നിര നമുക്ക് പരിശോധിച്ചാൽ മികച്ച ബാറ്റിംഗ് ബോളിംഗ് നിരകളുള്ള ടീമുകളാണ് കൊൽക്കത്തയും ഹൈദരാബാദും. മാത്രമല്ല ഇരു ടീമുകളുടെയും മുൻ IPL ചരിത്രം പരിശോധിച്ചാൽ കൊൽക്കത്ത 2 തവണ IPL കിരീടം ചൂടുകയും ഹൈദരാബാദ് 1 തവണ IPL കിരീടത്തിൽ മുത്തമിടുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനാൽ തന്നെ ഇരു ടീമുകളുടെ ആര് ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പറയുക തീർത്തും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്തു തന്നെയായാലും ഈ 2 ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങുമ്പോൾ മികച്ച ഒരു പ്രകടനം ഇന്ന് നമുക്ക് മൊത്തത്തിൽ കാണുവാൻ സാധിക്കും. മാത്രമല്ല ചെന്നൈയിലാണ് മത്സരം. ഒട്ടനവധി ആരാധകർ ഇന്ന് ചെന്നൈയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനാൽ തന്നെ കാണികളുടെ ഭാഗത്തു നിന്നും മികച്ച രീതിയിലുള്ളൊരു സപ്പോർട്ട് ഇരു ടീമുകൾക്കും ഉണ്ടാകും. മാത്രമല്ല എടുത്തു പറയേണ്ടത് ഇരു ടീമുകളുടെയും ബാറ്റിംഗ് ബോളിംഗ് നിരയാണ്. മാത്രമല്ല ചെന്നൈയിലെ ഒരു പിച്ചിന്റെ ഘടന പരിശോധിച്ചാൽ ഇത് വേഗത കുറഞ്ഞ ഒരു പിച്ചാണ്. ഇരു ടീമുകളുടെയും ഏറ്റവും വലിയ ശ്രദ്ധേയകരമായ കാര്യം എന്തെന്നാൽ ഇരു ടീമുകളിലും ബാറ്റിംഗ് വെടിക്കെട്ട് തീർത്താണ് ഈ ഫൈനൽ വരെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം സുനിൽ നരൈനും ശ്രേയസ് അയ്യരും അടങ്ങും ഫിൽസാൾട്ട് അടക്കമുള്ള യുവ താരങ്ങളാണ് കൊൽക്കത്തയുടെ ബാറ്റിംഗ് കരുത്തെങ്കിൽ മറുവശത്ത് നമുക്കറിയാം ട്രാവിസ് ഹെഡ്, അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസ് അങ്ങനെ മുതലായ താരങ്ങളുടെ ഒരു ബാറ്റിംഗ് കരുത്തിലാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരുടെ ഒരു ബാറ്റിംഗ് പ്രകടനം. പക്ഷെ ചെന്നൈയിലേക്ക് ഇതേ സമയം വരികയാണെങ്കിൽ ചെന്നൈയിലെ ഒരു
ബാറ്റിംഗ് പ്രകടനം പരിശോധിച്ചാൽ ചെന്നൈ തീർത്തും ബാറ്റർമാർക്ക് അനുകൂലമായ ഒരു പിച്ചല്ല ചെന്നൈയിൽ ഒരുക്കിയിട്ടുള്ളത്. വേഗത കുറഞ്ഞ ഒരു പിച്ചാണ്. അതിനാൽ തന്നെ ബാറ്റർമാർ എത്രത്തോളം ഈ പിച്ചിൽ ഒരു സ്വാധീനം ചെലുത്തുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതുപോലെ സ്പിന്നർമാർക്കായിരിക്കും ഈ പിച്ചിൽ ഏറ്റവും അധികം ഒരു സ്വാധീനം ഉണ്ടാവുക. കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം, ഹൈദരാബാദ് രാജസ്ഥാൻ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ബൗളർമാർ എപ്രകാരമാണ് ഈ ഒരു മത്സരത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചു എന്നുള്ളത്. മാത്രവുമല്ല, ഈ പിച്ച് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് അല്പം ദുഷ്കരമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും മികച്ച ഒരു മത്സരം നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ഇരു ടീമുകളുടെയും ബാറ്റിംഗ് ബോളിംഗ് നിര ശക്തമാണ്. എന്ത് തന്നെയായാലും ഇന്ന് രാത്രി 7:30 IPL-ന്റെ 17ാം സീസണിലെ വിജയി ആരാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നെങ്കിൽ. എന്തായാലും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം ഒരു വിവരങ്ങൾ പങ്കുവെക്കാൻ ചേർന്നത് ശരത്താണ്. നമുക്ക് ശരത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊൽക്കത്തയുടെ ആ ഒരു പ്ലേയിങ് 11ൻ്റെ സാധ്യതയെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഓപ്പണിങ്ങിൽ റഹ്മാനുള്ള ഗുർബാസും സുനിൽ നരൈനും ചേർന്നൊരു വെടിക്കെട്ട് തീർക്കാനുള്ള സാധ്യതയാണുള്ളത്. പിന്നീടുള്ളത് വെങ്കടേഷ് അയ്യരാണ്. പറഞ്ഞതുപോലെ അവർ തുടങ്ങി വെക്കുന്നതിന് ഒരു ആക്കം കൂട്ടുക എന്നുള്ള ദൗത്യമാണ് വെങ്കടേഷ് അയ്യർക്കുള്ളത്. അതിനുശേഷമുള്ളത് നേരത്തെ പറഞ്ഞ ശ്രേയസ് അയ്യർ എന്ന ഇന്ത്യയുടെ യുവ നായകനാണ്. അതിനുശേഷമുള്ളത് റിങ്കു സിംഗ് ആണ്. ഇന്ത്യയുടെ ആ ഒരു യങ് സെൻസേഷൻ എന്ന് പറയാൻ സാധിക്കുന്ന റിങ്കു സിംഗ് IPL-ലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യയുടെ T20 ടീമിലേക്ക് എത്തി. ആ T20 ടീമിലും കിട്ടിയ അവസരങ്ങളൊക്കെ മുതലാക്കിക്കൊണ്ടിരുന്ന ഒരു താരമാണ് റിങ്കു സിംഗ്. അപ്പോൾ റിങ്കു സിംഗ് ഇന്ന് പ്ലേയിങ്ങിലുണ്ടാവും. അതിനുശേഷമുള്ളത് ആന്ദ്രെ റസലാണ്. ബാറ്റിങ്ങിലും അതുപോലെ തന്നെ ബൗളിങ്ങിലും ഒരുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുക. നേരത്തെ പറഞ്ഞ പോലെ സുനിൽ നരൈനെ പോലെ തന്നെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ പ്രകടനം കാഴ്ചവെച്ച ഏത് സമയത്തും മത്സരത്തെ വഴിതിരിക്കാനുള്ള ആ ഒരു കഴിവുള്ള താരം കൂടിയാണ് ആന്ദ്രെ റസൽ. പിന്നുള്ളത് രമൺദീപ് സിംഗ് ആണ്. അതിനുശേഷമുള്ള താരമാണ് മിച്ചൽ സ്റ്റാർക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓസീസിന് ലോക കിരീടം സമ്മാനിച്ച നായകനാണ് പാറ്റ് കമിൻസ്. ആ പാറ്റ് കമിൻസിനൊപ്പം ടീമിലുണ്ടായിരുന്ന താരമാണ് മിച്ചൽ സ്റ്റാർക്ക്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ഓസീസ് പോരാട്ടത്തിലേക്ക്, അതായത് ഓസീസിൻ്റെ രണ്ട് പേസ് നിരയിലുള്ള രണ്ട് താരങ്ങൾ തമ്മിലുള്ളൊരു പോരാട്ടം കൂടിയാണ് എന്തായാലും നടക്കാനുള്ളത്. അതുകൊണ്ട് മിച്ചൽ സ്റ്റാർക്കിൻ്റെ പ്രകടനവും ഇന്ന് വളരെയധികം നിർണായകവും. പിന്നുള്ളത് വൈഭവ് അറോറയാണ്. ഹർഷിത് റാണ എന്ന യുവതാരമാണ്. വളരെ മികച്ച രീതിയിൽ പന്തെറിയുന്ന താരമാണ് ഹർഷിത് റാണ. പിന്നെ ഉള്ള മറ്റൊരു താരം വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തി ഈ സീസണിൽ നോക്കിയാൽ വളരെ മികച്ച രീതിയിൽ പന്തെറിയുന്ന ഒരു താരം കൂടിയാണ് വരുൺ ചക്രവർത്തി. നമ്മൾ ഓറഞ്ച് ക്യാപ്പിന് ബാറ്റർമാരുടേതാണെങ്കിൽ ബോളർമാർക്കുള്ള പർപ്പിൾ ക്യാപ്പിൻ്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ആ പർപ്പിൾ ക്യാപ്പിൻ്റെ ലിസ്റ്റിൽ 3ാം സ്ഥാനത്തുള്ള താരം കൂടിയാണ് വരുൺ ചക്രവർത്തി. അതായത് 1ാം സ്ഥാനത്ത് ഹർഷൽ പട്ടേലും 2ാം സ്ഥാനത്ത് ജസ്പ്രീത് ബുംറയുമാണെങ്കിൽ 3ാം സ്ഥാനത്തുള്ള താരമാണ് വരുൺ ചക്രവർത്തി. എന്തായാലും നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അഖിലാണ് ചേരുന്നത്. അഖിൽ, ഇന്ന് IPL-ന്റെ രാജാക്കന്മാരെ ഇന്ന് അറിയാൻ സാധിക്കും. കൊൽക്കത്തയും സൺറൈസേഴ്സും തമ്മിലുള്ള പോരാട്ടമാണ്. അഖിലിൻ്റെ ഫേവറേറ്റ് ടീം ഏതാണ്? ഇന്ന് ആര് ജയിക്കുമെന്നാണ് അഖിൽ പ്രതീക്ഷിക്കുന്നത്? എന്റെ ഫേവറേറ്റ് ടീം ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു. പുറത്തായി. ഇന്ന് കളി ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയിക്കണമെന്നാണ്. അങ്ങനെ സൺറൈസേഴ്സ് ജയിക്കണം എന്ന് അഖിൽ വിചാരിക്കുന്നതിനുള്ള കാരണം അഖിലിന്റെ ഏതെങ്കിലും പ്രിയപ്പെട്ട താരം ആ ഒരു ടീമിലുണ്ടോ? അങ്ങനെയല്ല, ഒരു നമ്മള് ഓപ്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ടീമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. മികച്ച സ്പിന്നർമാരില്ലാന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവർക്ക് പ്ലേ ഓഫിൽ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് അവരൊരു പുതിയ ക്യാപ്റ്റനെ പാറ്റ് കമിൻസിനെ ക്യാപ്റ്റനാക്കുന്നു. അതിൽ നിന്ന് അവിടെ ന്യൂനതകളിൽ നിന്ന് നമ്മുടെ ഒരുപാട് പുതിയ കളിക്കാരെ കൊണ്ടുവന്ന്, അഭിഷേക് ശർമ്മയെ പോലെയുള്ള പുതിയ കളിക്കാരെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷണം നടത്തി അതിൽ നിന്ന് ട്രാവിസ് ഹെഡിനെയും അഭിഷേക് ശർമ്മയും നല്ലൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അങ്ങനെ ടൂർണമെന്റിൽ തന്നെ പലരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം നടത്തി അവർ കയറി വന്നതുകൊണ്ട് അവർ വിജയിക്കണം എന്നൊരാഗ്രഹം. എന്തായാലും മാത്രമല്ല ഫേവറേറ്റ് ആവുമെന്ന് തോന്നുന്നു. കാരണം അവർക്ക് ഇന്നലെ കഴിഞ്ഞ കളിയിൽ രാജസ്ഥാനെതിരെ ചെന്നൈയിൽ ഈ പിച്ച് തന്നെ കളിക്കാൻ സാധിച്ചു. അപ്പോൾ അവരെല്ലാ കളിക്കാർക്കും, പ്രധാനപ്പെട്ട കളിക്കാർക്കെല്ലാം ഈ പിച്ചിലൊരു പരിചയം ഉണ്ടായിട്ടുണ്ട്. കൊൽക്കത്തയ്ക്ക് ആ ഒരു പരിചയം ഉണ്ടായിട്ടില്ല. കൊൽക്കത്തയിൽ നല്ല സ്പിന്നേഴ്സ് ഉണ്ട് എങ്കിൽ പോലും ഈ പിച്ചിൽ കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് തന്നെ കളിച്ചൊരു പരിചയം ഉള്ളത് കൊണ്ട് അവർ ഫേവറേറ്റ് ആണ് എന്നൊരു തോന്നൽ. എന്തായാലും അഖിൽ പറഞ്ഞതുപോലെ സൺറൈസേഴ്സിന് ഒരു മുൻതൂക്കം ഉണ്ട് ഇന്നത്തെ മത്സരത്തിൽ. അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന് അഖിൽ പറഞ്ഞ പോലെ പ്ലേ ഓഫ് മത്സരം കളിച്ചത് ചെന്നൈയിലാണ് സൺറൈസേഴ്സ്. അതിനൊപ്പം എടുത്തു പറയേണ്ട കാര്യം, പ്ലേ ഓഫ് മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് സൺറൈസേഴ്സ് ടീമിന് ആരാധകരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു പിന്തുണ. കാരണം ചെന്നൈയുടെ രണ്ടാമത്തെ ടീം എന്ന് പറയാൻ സാധിക്കുന്ന ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. കാരണം സൺറൈസേഴ്സിൻ്റെ ഓണർഷിപ്പ് സൺ ഗ്രൂപ്പിനാണ്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള സൺ ഗ്രൂപ്പിനാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈയുടെ രണ്ടാമത്തെ ടീം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ടീം കൂടിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദിന് മുൻതൂക്കമുണ്ട് എന്നാണ് പ്രേക്ഷകനായ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച അഖിൽ പറഞ്ഞത്. നമുക്കെന്തായാലും IPL ആവശ്യത്തിലേക്ക്
മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് ഒക്കെ നമുക്ക് മടങ്ങി വരാം. പ്രേക്ഷകർക്ക് പ്രതികരിക്കേണ്ട നമ്പർ നമ്മളുടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ പ്രേക്ഷകർക്കും തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെപ്പറ്റിയും ഇന്നത്തെ മത്സരത്തിൻ്റെ ആര് വിജയിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റിയും ഒക്കെ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഇന്നത്തെ മത്സരം അതായത് നടക്കാനിരിക്കുന്ന IPLൻ്റെ കലാശ പോരാട്ടത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ പ്രത്യേകത ഉള്ളത്, ഇന്ന് 2 നായകന്മാർ ഇറങ്ങുന്നുണ്ട്. ഒന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ നമ്മളറിയാവുന്ന പോലെ തന്നെ ശ്രേയസ് അയ്യരും മറ്റൊന്ന് പാറ്റ് കമിൻസുമാണ്. ഈ 2 നായകന്മാരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുള്ളത്, ഈ ഹൈദരാബാദ് ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ഇതിനു മുൻപ് 2 കിരീടം അവർ ചൂടിയിട്ടുണ്ട്. ആ 2 കിരീടം ചൂടിയ സമയത്തും അവരുടെ നായകന്മാർ ഓസീസ് നായകന്മാരായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം ആദ്യമായി ഹൈദരാബാദ് ഫ്രാഞ്ചൈസിക്ക്, അതായത് ഡെക്കാൻ ചാർജേഴ്സ് ആയിരുന്ന സമയത്ത് അവർക്ക് കിരീടം നേടിയ സമയത്ത് അവരുടെ നായകനായിട്ടുള്ളത് ആദം ഗിൽക്രിസ്റ്റ് ആയിരുന്നു. പിന്നീട് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയ സമയത്ത് കിരീടം ചൂടിയപ്പോൾ നായകൻ ഡേവിഡ് വാർണർ ആയിരുന്നു. അങ്ങനെ 2 ഓസീസ് നായകന്മാരായിരുന്നു ഈ ഹൈദരാബാദ് ഫ്രാഞ്ചൈസിക്ക്, അതായത് ഇപ്പോഴത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ്, നേരത്തെ ഡെക്കാൻ ചാർജേഴ്സ് ആയിരുന്ന ആ ഒരു ടീമിന് കിരീടം ചൂടിക്കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത് അവർ കിരീടം ചൂടിക്കൊടുത്താൽ ആ ഒരു ഓസീസ് ലെഗസി നിലനിൽക്കും. അതായത് മൂന്നാമതും ഹൈദരാബാദ് ഫ്രാഞ്ചൈസിക്ക് കിരീടം നേടിക്കൊടുക്കുന്ന ഒരു നായകൻ ഓസീസ് നായകൻ തന്നെയാവും. അതൊരു ശ്രദ്ധേയകരമായ വളരെ കൗതുകം നിറഞ്ഞൊരു കാര്യമാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കൊൽക്കത്തയുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രേയസ് അയ്യരാണ് നായകനായിട്ടുള്ളത്. ഇതിനു മുൻപ് കൊൽക്കത്ത ഫ്രാഞ്ചൈസിക്ക് കൊൽക്കത്ത KKRന് 2 തവണയാണ് കിരീടം KKRനും സ്വന്തമാക്കാൻ സാധിച്ചിരുന്നത്. ആ സ്വന്തമാക്കുന്ന സമയത്ത് ടീമിൻ്റെ നായകനായിട്ടുള്ളത് ഗൗതം ഗംഭീറായിരുന്നു. ഇന്ത്യയുടെ സൂപ്പർ താരമായിട്ടുള്ള ഗൗതം ഗംഭീറായിരുന്നു. ആ ഗൗതം ഗംഭീർ ഇപ്പോൾ കൊൽക്കത്ത ടീമിൻ്റെ ഒപ്പം ടീമിൻ്റെ മെൻറ്ററായിട്ടുണ്ട് എന്നതും വളരെ കൗതുകം നിറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊൽക്കത്ത ഇന്ന് കിരീടം ചൂടിയാൽ ഗൗതം ഗംഭീറിന് കിട്ടുന്ന 3ാം IPL കിരീടമാവും. കാരണം ആദ്യത്തെ 2 സ്വന്തം നായകനായി കിരീടം ചൂടി, മൂന്നാമത്തേത് അദ്ദേഹം മെൻറ്ററായി കിരീടം ചൂടി എന്നുള്ളതാണ്. മറ്റൊന്ന് ഓസീസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു ഓസീസ് നായകൻ വീണ്ടും IPLൽ ഹൈദരാബാദ് ഫ്രാഞ്ചൈസിക്ക് കിരീടം കൊടുത്ത ഒരു ഓസീസ് നായകനായി മാറും. അതാണ് വളരെ കൗതുകം നിറഞ്ഞ ഒരു കാര്യം. മറ്റൊരു കാര്യമുള്ളത്, ഇതുവരെ IPLൽ കിരീടം ചൂടിയ നായകന്മാരെ ശ്രദ്ധിച്ചാൽ 4 ഇന്ത്യൻ നായകന്മാരും 3 ഓസീസ് നായകന്മാരുമാണ് ഇതുവരെ IPLൽ കിരീടം ചൂടിയിട്ടുള്ളത്. അതിൽ ഇത്തവണ ഈ ശ്രേയസ് അയ്യരോ പാറ്റ് കമിൻസോ കിരീടം ചൂടിയാൽ ഈ ഒരു ലിസ്റ്റിലേക്ക് ഇതുവരെ ഈ പറഞ്ഞ 4, 3, 7 പേര് എന്ന് പറഞ്ഞതിൽ ഉള്ളത് ഈ ഒരു എലൈറ്റ് ക്ലാസ്സിലേക്ക് കടന്ന് ശ്രേയസ് അയ്യരും പാറ്റ് കമിൻസ് ഇവരാരും ജയിച്ചാൽ ഇവർ കടന്നു വരിക. ധോണി, രോഹിത് ശർമ്മ, ഗംഭീർ, ഹർദിക്, ഷെയ്ൻ വോൺ, ഗിൽക്രിസ്റ്റ്, ഡേവിഡ് വാർണർ എന്നീ 7 താരങ്ങളുടെ ആ ഒരു എലൈറ്റ് ലിസ്റ്റിലേക്ക് 8ാമനായിട്ടാകും ഇന്ന് ഈ ശ്രേയസ് അയ്യരോ പാറ്റ് കമിൻസോ കപ്പുയർത്തിയാൽ വരിക. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ 4 കിരീടം ചൂടിയ ഇന്ത്യൻ നായകന്മാരും 3 കിരീടം ചൂടിയ ഓസീസ് നായകന്മാരുമാണ് ഉള്ളത്. ഇന്ന് കമിൻസ് കിരീടം ചൂടിയാൽ 4 കിരീടം ചൂടിയ ഇന്ത്യൻ നായകന്മാരും 4 കിരീടം ചൂടിയ ഓസീസ് നായകന്മാരും എന്ന നിലയിലേക്ക് മാറും. തിരിച്ചാണെങ്കിൽ 5 കിരീടം ചൂടിയ ഇന്ത്യൻ നായകന്മാരും 3 കിരീടം എന്നുള്ള ഓസീസ് നായകനും എന്ന രീതിയിലേക്ക് നിൽക്കും. അതും വളരെ കൗതുകം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആരാധകരൊക്കെ വളരെ വലിയ ആവശ്യത്തിലാണ്, വളരെ വലിയൊരു ആവശ്യത്തോടെ ഇന്നത്തെ മത്സരത്തെ കാണുന്നത്. പിന്നെ ഇന്ന് മത്സരം നടക്കുന്നത് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ആ ഒരു സ്റ്റേഡിയം. ധോണി ഇല്ലാതെ ഒരു ഫൈനലിൽ ഇറങ്ങുന്നതിനെ പറ്റിയൊക്കെ ചെന്നൈ ആരാധകർ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു പ്രേക്ഷകൻ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. വേണുഗോപാലൻ, നെടുമങ്ങാട് നിന്ന് വേണുഗോപാലൻ ചേരുന്നുണ്ട്. ശ്രീ വേണുഗോപാലൻ, IPLൻ്റെ കലാശ പോരാട്ടം ഇന്ന് നടക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ട് എന്ന് വിളിക്കാൻ കഴിയുന്ന ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത്. താങ്കൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ന് ഏത് ടീം ജയിക്കാനാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഏത് ടീം ജയിക്കാനാണ് സാധ്യത? ഞാൻ ഒരു ആശയക്കുഴപ്പത്തിലാണ്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോളൂ. ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. കാരണം നമ്മളെ എക്കാലത്തെയും മികച്ച ഒരു കളിക്കാരനായ ഗംഭീർ എന്ന് പറയുന്ന ആ ഒരു രാജ്യസ്നേഹിയായ ഒരാൾ KKRനും, പക്ഷേ ഓസ്ട്രേലിയക്കാരനായ ഒരു ക്യാപ്റ്റൻ നമ്മളെ ആർക്കും വേണ്ടാത്ത കുറെ കളിക്കാർക്ക് കുറെ അവസരവും കൊടുത്ത് ബൗളിംഗ് ആയിട്ട് തേച്ച് മിനുക്കിയിരിക്കുന്ന സൺറൈസ്. കേൾക്കുന്നുണ്ടോ? തുടർന്നോളൂ, കേൾക്കാം. പക്ഷെ വിജയം ആർക്കെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും KKRനെ കൂടെ നിൽക്കുന്നു ഞാൻ. ഓക്കെ, താങ്കളുടെ ഫേവറേറ്റ് ടീം ഏതാണ് IPLത്? ഈ ഒരു 2 ടീം അല്ലെങ്കിൽ ഏത് ടീം ജയിക്കണം എന്നായിരുന്നു താങ്കൾ ആഗ്രഹിച്ചിരുന്നത്? എന്റെ ടീം എന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ സഞ്ജു. ഓക്കെ, സഞ്ജുവിന്റെ ടീം രാജസ്ഥാൻ റോയൽസ്. ഓക്കെ, സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് ഫൈനലിലേക്ക് എത്തിയില്ല. അതിന്റെ നിരാശയൊക്കെ ഉണ്ടോ? നിരാശ ഉണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ അബദ്ധങ്ങൾ കൊണ്ടും നമ്മളെ ഓപ്പണറായ
ഒരാൾ സ്ഥലത്തില്ലാത്തത് കൊണ്ടൊക്കെയാണ് ഈ അബദ്ധങ്ങൾ പറ്റിയത്. ഓക്കെ, എന്തായാലും പ്രതികരിച്ചത് വേണുഗോപാലൻ, നെടുമങ്ങാട് നിന്ന് വേണുഗോപാലൻ എന്ന പ്രേക്ഷകനാണ്. വളരെയധികം നന്ദി ശ്രീ വേണുഗോപാലൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും IPLന്റെ കിരീട ജേതാവിനെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിലാണ്. ആര് കപ്പുയർത്തും, സൺറൈസേഴ്സ് ഹൈദരാബാദോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ, ചെന്നൈയിൽ ആര് കപ്പുയർത്തും എന്ന് അറിയാനുള്ള ആവേശത്തിലാണ് ആരാധകരൊക്കെ ഉള്ളത്. എന്തായാലും നമ്മോടൊപ്പം പ്രതികരിക്കാൻ അങ്കമാലിയിൽ നിന്നും ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? താങ്കൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്നത്തെ മത്സരത്തിൽ കൊൽക്കത്ത ജയിക്കണം. കാരണം സൺറൈസ് രാജസ്ഥാൻ റോയൽസും തോൽപ്പിച്ച ടീമല്ലേ. നമ്മുടെ സഞ്ജു സാംസൺ കളിച്ച കളി അന്ന് അവർ ആ ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തെങ്കിൽ ജയിക്കാമായിരുന്നു. അവർ അല്പം അശ്രദ്ധ കൊണ്ടാണ് അന്ന് അവർ തോറ്റുപോയത്. അത് വലിയ സങ്കടമാണ്. ഓക്കെ, ഇന്ന് കൊൽക്കത്ത ജയിക്കണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അതെ അതെ. ഓക്കെ, താങ്കൾ സഞ്ജുവിൻ്റെ ഒരു ആരാധകനാണ് എന്ന് പറഞ്ഞു. രാജസ്ഥാൻ ഫൈനലിലേക്ക് എത്താതെ മടങ്ങിയതിൽ താങ്കൾക്ക് സങ്കടമുണ്ടോ? വളരെയധികം സങ്കടമുണ്ട്. നമ്മുടെ മലയാളിയായിട്ടുള്ളൊരു നായകൻ ഉണ്ടായിട്ട് ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം. താങ്കളുടെ ഒരു ഇതിൽ ഇന്ന് ആരായിരിക്കും ടോപ്പ് സ്കോറർ ആകുക? അങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും നമ്മോടൊപ്പം അങ്കമാലിയിൽ നിന്നൊരു പ്രേക്ഷകനാണ് ചേർന്നത്. IPLന്റെ കിരീട ജേതാവിനെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആരാധകർ വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. വൈകുന്നേരം 7:30 ചെന്നൈ ചെപ്പോക്കിലാണ് മത്സരം നടക്കുക. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ട് എന്ന വിളിപ്പേരുള്ള ചെപ്പോക്കിലാണ്, ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IPL ഇന്ന് കിരീടം ഉയർത്താൻ വേണ്ടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, ശ്രേയസ് അയ്യറിൻ്റെ നേതൃത്വത്തിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഒപ്പം പാർക്ക് കമ്മിൻസിൻ്റെ നേതൃത്വത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും ആണ് ഇറങ്ങുന്നത്. ഇതിൽ കുറേയധികം കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ട്. നമ്മൾ അതിൽ തന്നെ നേരത്തെ പങ്കുവച്ചത് നായകന്മാരുടെ കാര്യം പങ്കുവച്ചു. അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇതിൽ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ശ്രേയസ് അയ്യരെ സംബന്ധിച്ച്, ശ്രേയസ് അയ്യർ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ നായകനാകും എന്ന് വരെ കരുതിയിരുന്ന ഒരു താരമായിരുന്നു ശ്രേയസ് അയ്യർ. അതായത് നമുക്ക് ഒരു പ്രേക്ഷകൻ കൂടി മൈസൂരിൽ നിന്നും വിനു എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ വിനു, IPLലെ കിരീട ജേതാവിനെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചെന്നൈ ചെപ്പോക്കിൽ 7:30 മത്സരം നടക്കുക. സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് മത്സരം നടക്കുന്നത്. താങ്കളുടെ ഒരു ആര് ജയിക്കും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഹൈദരാബാദ് ജയിക്കുമെന്നാണ്. താങ്കളൊരു ഹൈദരാബാദിൻ്റെ ആരാധകനാണോ? ഹൈദരാബാദിന്റെ ആരാധകനല്ല, ഞാൻ യഥാർത്ഥത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകനായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഫൈനലി ഇവർ രണ്ടുമല്ലേ ഏറ്റുമുട്ടുന്നത്. അന്നേരം ഞാൻ ഹൈദരാബാദിന്റെ കൂടെ നിൽക്കുന്നു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാൻ്റെ ആരാധകനാണ്, സഞ്ജുവിൻ്റെ ആരാധകനാണ്. രാജസ്ഥാൻ റോയൽസ് ഫൈനലിലെത്താതെ കിരീടം ചൂടാനാവാതെ പുറത്തായതിൽ താങ്കൾക്ക് സങ്കടമുണ്ടോ? തീർച്ചയായും അതൊരു ഏതൊരു മലയാളിക്കും സങ്കടം പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അന്ന് സംഭവിച്ചത്. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. നമ്മോടൊപ്പം ചേർന്നത് മൈസൂരിൽ നിന്നും വിനു എന്ന പ്രേക്ഷകനാണ്. IPLന്റെ ആ ഒരു ഫൈനൽ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത്. വൈകുന്നേരം 7:30 ചെപ്പോക്കിലാണ് മത്സരം നടക്കുന്നത്. പറഞ്ഞതുപോലെ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇരു ടീമുകളുടെയും നേർക്കുനേർ പോരാട്ടം നോക്കിയാൽ IPL ചരിത്രത്തിൽ ഇതുവരെ 27 തവണ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടന്നിട്ടുണ്ട്. ഇതിൽ തന്നെ 18 തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് വിജയിച്ച് ഒരു മുൻതൂക്കം അവർക്കാണ് ഉള്ളത്. ബാക്കിയുള്ള 9 മത്സരങ്ങളിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയിച്ചത്. പഴനിയിൽ നിന്നും ഗോപാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇന്ന് ചെന്നൈയിൽ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിൽ IPLന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ്. ആര് ജയിക്കും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതിപ്പം ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞോളൂ. ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ TVയുടെ വോളിയം ഒന്ന് കുറച്ചതിന് ശേഷം പറഞ്ഞോളൂ. ഇന്ന് ആര് ജയിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ആര് ജയിക്കുന്നുള്ളതാ? ഹലോ, കേൾക്കുന്നില്ല, പറയോ? ഹലോ, പറയൂ. ശ്രീ ഗോപാലകൃഷ്ണൻ, TVയുടെ വോളിയം കുറച്ചതിന് ശേഷം പറയൂ, ആര് ജയിക്കും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ? തീർച്ചയായിട്ടും ഹൈദരാബാദാണ് ജയിക്കുക.
താങ്കളൊരു ഹൈദരാബാദിന്റെ ആരാധകനാണോ? എനിക്ക് സംശയമില്ല. പക്ഷെ എനിക്ക് രാജസ്ഥാൻ റോയൽസ് തോറ്റതില് അതിദുഃഖമുണ്ട്. രണ്ടാമത് മുഖ്യമായും 100 റൺസ് 2 പേരെടുത്തിട്ട് ബാക്കി 75 റൺസ് 8 പേർക്ക് എടുക്കാൻ പറ്റാത്തതിൽ വളരെ സങ്കടമുണ്ട്. സഞ്ജുവിന്റെ കുറെ അജാഗ്രത ഈ കളിയിലുണ്ട് എന്നുള്ളത് മനസ്സോടെ കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. അതുകൊണ്ട് ഒരു സങ്കടം നിങ്ങളോട് പറയാണ്. ഓക്കെ, വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഒരു പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് വിജയിക്കും എന്നാണ്. സഞ്ജുവിൻ്റെ രാജസ്ഥാൻ ഫൈനലിലെത്താതെ പുറത്തായതിൽ അദ്ദേഹത്തിന് സങ്കടം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ പി എൽ ചരിത്രത്തിലെ കൊൽക്കത്തയുടെയും സൺറൈസേഴ്സിൻ്റെയും നേർക്കുനേർ പോരാട്ടങ്ങളെ പറ്റിയാണ്. നേർക്കുനേരിൽ ഇതുവരെ 28 മത്സരങ്ങളിൽ 2 ടീമും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടന്നിട്ടുണ്ട്. 27 മത്സരങ്ങളിൽ 2 ടീമും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടന്നിട്ടുണ്ട്. 19 മത്സരങ്ങളിൽ വിജയം കൊൽക്കത്തയ്ക്കൊപ്പമായിരുന്നുവെങ്കിൽ ബാക്കിയുള്ള 8 മത്സരങ്ങളിലാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഏരൂരിൽ നിന്ന് ശരത്ത് എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ ശരത്ത്, ഐ പി എല്ലിലെ ജേതാക്കളെ, കിരീട ജേതാക്കളെ ഇന്നറിയാം. 7:30 മത്സരം, ഫൈനൽ മത്സരം ആരംഭിക്കുക. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് പോരാട്ടം നടക്കുക. ഇന്ന് ആര് ജയിക്കും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? കൊൽക്കത്ത ജയിക്കും. താങ്കളൊരു കൊൽക്കത്ത ആരാധകനാണോ? അതെ, ഞാൻ ഷാർഖാന്റെ വലിയൊരു ഫാനാണ്. ഐ പി എൽ കാണുന്ന കാലം മുതൽ കൊൽക്കത്ത സപ്പോർട്ടേഴ്സ് ആണ്. ഈ സീസണിൽ അങ്ങനെ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചവര്. ഓക്കെ, ഇന്ന് കൊൽക്കത്തയ്ക്ക് വേണ്ടി ആരാകും മികച്ച പ്രകടനം കാഴ്ചവെക്കുക? ആരാകും പ്ലെയർ ഓഫ് ദി മാച്ച് ആവുക? അങ്ങനെ ഞാൻ പറയുന്നില്ല, എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് നടത്തുന്നത്. എന്തായാലും എന്റെ കണക്കൂട്ടിൽ എനിക്ക് തോന്നുന്നത് ഇന്നും കളിക്കുന്നത് സുനിൽ നരേനും ആൻഡ്രൂ റസലും ആയിരിക്കും നല്ല പെർഫോമൻസ് എന്നാണ് തോന്നുന്നത്. പിന്നെ വെങ്കടേഷ് അയ്യരും. ഓക്കെ, വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും കൊൽക്കത്ത ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൊൽക്കത്തയുടെ ഒരു പ്രകടനം, ശരത് എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് കൊൽക്കത്ത കിരീടം ചൂടും എന്നാണ്. നരേനും ശ്രേയസ് അയ്യരും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നും അദ്ദേഹം പറയുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നേർക്കുനേർ പോരാട്ടം, കൊൽക്കത്തയും സൺറൈസേഴ്സും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടങ്ങളെ പറ്റിയായിരുന്നു. ഈ ഒരു സീസണിലെ ഇരു ടീമുകളുടെയും നേർക്കുനേർ പോരാട്ടം പരിശോധിച്ചാൽ ഈ 2 വട്ടമാണ് 2 ടീമുകളും നേർക്കുനേർ പോരാടിയത്. ആദ്യഘട്ടത്തിൽ വിജയം കൊൽക്കത്തയ്ക്കൊപ്പമായിരുന്നു. ആദ്യഘട്ടത്തിൽ നിന്നല്ല, 2 മത്സരങ്ങളിലും വിജയം കൊൽക്കത്തയ്ക്ക് ഒപ്പമായിരുന്നു. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് അതുൽ എന്നൊരു പ്രേക്ഷകനാണ്. ശ്രീ അതുൽ, ഐ പി എല്ലിൻ്റെ രാജാക്കന്മാരെ ഇന്ന് അറിയാൻ സാധിക്കും. കൊൽക്കത്തയും സൺറൈസേഴ്സും തമ്മിലാണ് പോരാട്ടം നടക്കുക. ആര് വിജയിക്കും എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്തായാലും ജയിക്കും. സൺറൈസേഴ്സ്. താങ്കളൊരു കടുത്ത സൺറൈസേഴ്സ് ആരാധകനാണോ? അല്ല, ഒരിക്കലും അല്ല. എന്റെ ടീം RCB ആണ്. പക്ഷെ എന്നാലും ഞാൻ ഹൈദരാബാദ് ജയിക്കാനാണ് കൂടുതൽ ചാൻസ്. ഇന്ന് ഓപ്പണർമാരുടെ അടി കാണാം, ഹെഡിന്റെയും അതുപോലെ തന്നെ അഭിഷേകിന്റെയും. ഓക്കെ, RCB പുറത്തായതിൽ സങ്കടമുണ്ടോ? കാരണം ആദ്യഘട്ടത്തിലൊക്കെ അവസാന പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. പ്ലേ ഓഫിൽ പുറത്തായി. അപ്പോൾ അതിന്റെ സങ്കടമൊക്കെ ഉണ്ടോ? സങ്കടം എന്ന് പറയാനില്ല, കളിയാകുമ്പോൾ തോക്കും ജയിക്കും, അത് സാധാരണയാണ്. ഓക്കെ, എന്തായാലും ഓറഞ്ച് ക്യാപ്പിന്റെ ആ ഒരു പട്ടികയിൽ വിരാട് കോഹ്ലി മുന്നിലുണ്ട്. അതിന്റെ ഒരു സന്തോഷമുണ്ടല്ലേ? അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, വിരാട് കോഹ്ലി 2020 കളി കാണാമല്ലോ വിരാട് കോഹ്ലിന്റെ. ഓക്കെ, കണ്ണൂരിൽ നിന്ന് അതുൽ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. വളരെയധികം നന്ദി അതുൽ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നേർക്കുനേർ പോരാട്ടങ്ങളെ പറ്റിയായിരുന്നു. പറഞ്ഞതുപോലെ ഈ ഒരു സീസണിലെ നേർക്കുനേർ പോരാട്ടങ്ങൾ നോക്കിയാൽ 2 തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2 തവണയും ജയം കൊൽക്കത്തയ്ക്ക് ഒപ്പമായിരുന്നു. ആദ്യത്തെ വട്ടം 4 റൺസിന്, ഫസ്റ്റ് മാച്ചിൽ 4 റൺസിനാണ് വിജയമെങ്കിൽ പ്ലേ ഓഫിൽ ജയിച്ചത് 8 വിക്കറ്റിനായിരുന്നു കൊൽക്കത്ത വിജയം സ്വന്തമാക്കി. അതുകൊണ്ട് ഈ ഒരു നേർക്കുനേർ പോരാട്ടത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ മുൻതൂക്കം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തന്നെയാണ്. മറ്റൊരു കാര്യം, ക്രിക്കറ്റാണ്, 2020 ആണ്, എന്തും ഏതു നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് പ്രവചനം അസാധ്യമാണ്. അതുകൊണ്ട് ഈ നേർക്കുനേർ പോരാട്ടങ്ങൾ കണക്ക് ഒക്കെ നമുക്ക് പറയാം എന്നേ ഉള്ളൂ. നേർക്കുനേർ പോരാട്ടങ്ങൾ, പ്രകടനങ്ങളാണ്, നേർക്കുനേർ വരുന്ന സമയത്തുള്ള പ്രകടനങ്ങളാണ് എന്തായാലും നിർണായകമാകുക. അതുതന്നെയാണ് എന്തായാലും വളരെ ആവേശം നിറഞ്ഞ ഒരു പോരാട്ടത്തിനാണ് ആരാധകരൊക്കെ കാത്തിരിക്കുന്നത്. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് മത്സരത്തിന് വേണ്ടി ബാക്കിയുള്ളത്. 7:30 മത്സരം ആരംഭിക്കുക. ചെന്നൈ ചെപ്പോക്കിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം ആരംഭിക്കുക. ഇതിനിടയിൽ ചെറിയ വാർത്തകളൊക്കെ വന്നിരുന്നു. ചെപ്പോക്കിൽ മഴയ്ക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. എന്നാൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ചെന്നൈയിൽ മഴയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ്. പിന്നീട് ചെന്നൈ പോലെയൊരു സ്റ്റേഡിയത്തിൽ, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ധോണിയുടെയൊക്കെ ഹോം ഗ്രൗണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. ധോണി
വളരെയധികം മത്സരം കളിച്ച കിരീടം ചൂടിയ ഒരു ഗ്രൗണ്ട് കൂടിയാണ് ചെപ്പോക്ക്. ആ ചെപ്പോക്കിലാണ് ധോണിയില്ലാതൊരു ഫൈനൽ പോരാട്ടത്തിന് 2 ടീമുകൾ ഇറങ്ങുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഗ്രൗണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ കാണികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ കൂടുതലായി ലഭിക്കുക സൺറൈസേഴ്സ് ഹൈദരാബാദിനാവും. കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈയുടെ ഒരു സെക്കൻഡ് ടീം എന്ന് പറയാൻ സാധിക്കുന്നതാണ്. കാരണം അവരുടെ ഓണർഷിപ്പ് സൺ ഗ്രൂപ്പിനാണ്, അത് ചെന്നൈയിലുള്ള ടീമാണ്. എന്തായാലും ഏത് ടീം വിജയിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൻ്റെ ആവേശത്തിലൊക്കെയാണ് ആരാധകരുള്ളത്. വരും മണിക്കൂറിൽ വരും ബുള്ളറ്റിനുകളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാനാകും. വൈകുന്നേരം 7 മണിക്ക് പ്രത്യേക ബുള്ളറ്റിൻ, IPL ആവേശത്തിൻ്റെ പ്രത്യേക ബുള്ളറ്റിനും ഉണ്ട്. അതിൽ നമുക്ക് കൂടുതൽ വിശകലനങ്ങൾ, കൂടുതൽ അതിഥികളൊക്കെ ആയിട്ട് നമുക്ക് 7 മണിക്ക് കാണാം. എന്തായാലും ഈ ഒരു IPL ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈകുന്നേരം 7:30 മത്സരം ആരംഭിക്കുക. മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ടോസിൻ്റെയും പ്ലേയിങ് 11ൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് 7 മണിക്ക് വീണ്ടും കാണാം. നമസ്തേ.